for promise. I won't quit, keep going till I got it. I won't give up till I'm on top. Yo, no, I ain't the type to give up. If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got a poker face, but honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see you, bitch, always have a plan to stay tough. This life ahead of you ain't easy, it was built to be rough. But that's what makes a personality, is tragedy, bruh. So keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting posterized, we out here making posters. And we ain't got nothing to hide, we move forward like soldiers. You better wake up. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ടെൻറ്റ് ക്യാമ്പിംഗ് ചെയ്തതിൻ്റെ സെക്കൻഡ് ഭാഗമാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയൊരു വീഡിയോ, ലാസ്റ്റ് വീഡിയോ കണ്ടവർ മാത്രം ഈ ഒരു വീഡിയോ കാണും കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്താ പല്ല് തേക്കാനും പ്രഭാത കർമ്മങ്ങൾക്കും വേണ്ടി വന്നതാണ്. എൻ്റെ യാത്രയിൽ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ. ഇങ്ങനെ സ്ഥലങ്ങളിൽ പിന്നെ ക്ലീനൊക്കെ ആക്കൽ നദിയിൽ നിന്നാണ്. തണുത്ത വെള്ളമാണ്. ടെൻ്റ് ആണെങ്കിൽ ദൂരെ കാണുന്ന നീല ഷീറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം എൻ്റെ യാത്ര തുടങ്ങാൻ വേണ്ടി കേട്ടോ. പല്ലൊക്കെ ഇവിടെ നിന്ന് തേൽക്കും. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി അടുത്തടുത്ത ഭാഗങ്ങളിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി ക്യാമ്പാണ് ചെയ്യുന്നത്, എവിടെയെങ്കിലും റൂം സപ്പോർട്ട് കിട്ടുമോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തി കൊണ്ടുവരും കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥ, വെയിലാണ്. എങ്ങനെയാലും കുളിക്കാൻ കൂടി നോക്കണം. പക്ഷേ ഈ വെള്ളം മഞ്ഞുരുക്കി വരുന്നത് നമുക്ക് ആവാൻ തോന്നില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. ഒരു മനുഷ്യരില്ല കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്നും. ഇവിടെ അസ്ഥി കൂടെ ഉണ്ടോ എന്താണോ ഇത്? കുറേ സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ. സ്ഥലമൊക്കെ നോക്കിയാൽ മുകളിലൂടെ റോഡുണ്ട് കേട്ടോ. അങ്ങ് ഒരു 200-300 മീറ്റർ റോഡുണ്ട്. രാവിലെ ആകുമ്പോൾ സഞ്ചാരികൾ സോളങ് വാലിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കൂടെ നിൽക്കുക. ഇവിടെ നിന്നാണ് ഇനി അടുത്ത യാത്ര പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത യാത്രയിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. സെക്കൻഡറി സ്കൂൾ കണ്ടോ, കുളൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. സോളങ്ങിലെ അങ്ങ് ദൂരെ കാണുന്നത് എന്താണ്, ചെറിയ കുട്ടികൾക്കുള്ള LKG സ്കൂൾ കേട്ടോ. എന്തായാലും സ്ഥലം ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. സ്കൂളിൻ്റെ ആകൃതിയൊക്കെ നോക്കിയാൽ ഇന്നലെ ഇവിടെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിൽ. ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ടെൻ്റ് അടിച്ചപ്പോൾ അത് വലിയ ഫീൽ ചെയ്തില്ല. ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഭൂചലനം ഉണ്ടായിരുന്നു എന്ന്. അത്യാവശ്യം ഷെയ്ക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത്. എന്തായാലും സ്കൂളിൻ്റെ ആംബിയൻസൊക്കെ സ്വർഗം എന്ന് പറയാം. സോളങ്ങിലെ ഒരു അമ്പലമാണ്, നാഗ് ദേവത എന്നാണ് പറയുക കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. എന്തായാലും ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. എന്ത് രസമാണല്ലേ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കൂടാതെ ഈ പരിസരമായാലും അടിപൊളിയാണ്. കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അത് ഗ്രാമത്തിലെത്തണം. ഗ്രാമത്തിലെത്തിപ്പെടണമെങ്കിൽ നല്ല പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, നടന്നിപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ മൗണ്ടൻസ് ഏരിയ ആണ് കണ്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ പരിസരം എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. പക്ഷേ അവിടെ ഒരു ബാബാജി ഉണ്ട്. ബാബാജീൻ്റെ പെർമിഷൻ വാങ്ങണം. ബാബാജിയാണ് ഇവിടുത്തെ ലീഡർ. ഗവൺമെൻറ്റിനാണ് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇവിടെ അധികാരം ഉറപ്പിച്ച ഒരാളുണ്ട്, അവരോട് ചോദിക്കണം. ഈ ഒരു മരം നോക്കിയേ, ഇതൊക്കെ ഞാൻ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ. കണ്ട സ്ഥലം വീണ്ടും കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. എന്നൊക്കെ അത്ര ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി. ഇന്ന് കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ സ്ഥലങ്ങളൊക്കെ മനോഹരമായ പ്രകൃതി ഒന്നും കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മുകളിലോട്ടൊക്കെ നോക്കി കാണാൻ പറ്റും. എന്ത് രസമാണല്ലേ ഈ ഒരു പ്രകൃതി. ഇങ്ങോട്ട് വരണം കേട്ടോ. ഈ ഒരു ആംബിയൻസ് നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധമായ വായുവും പ്രകൃതിയൊക്കെ നമ്മൾ കണ്ടു പോകണം. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. റോഡിൻ്റെ സൈഡിൽ കണ്ടാണ്. അത്യാവശ്യം റോഡ് സൈഡിൽ വരെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലോട്ട് കാര്യം പറയണ്ടല്ലോ, ഈ ഒരു മാസമായിട്ട് പോലും. പിന്നെ എന്താണ്, ഹിമാചൽ പ്രദേശ് അല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരില്ല. എത്ര പ്ലാസ്റ്റിക് നോക്കി, മിക്സറായാലും ലൈസായാലും കുപ്പിയായാലും എല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോയിട്ടാണ് ഉള്ളത്. അതാണ് കേട്ടോ ഈ പ്രകൃതിൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. കാരണം സ്വന്തം വീട് മാത്രമേ അവർ വൃത്തിയായി സൂക്ഷിക്കൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അവരെ സംസ്ഥാനത്തിലെ മാനേഴ്സാണ് മറ്റുള്ള സംസ്ഥാനത്തിലും വന്ന് കാണിക്കുന്നത്. വിഷമമാണ് കേട്ടോ കാണുമ്പോൾ. എത്ര പ്ലാസ്റ്റിക് നോക്കി ഇവിടെയൊക്കെ കൊണ്ടുവരുന്നത്. ഈ ഒരു പ്രകൃതി നമുക്ക് ഇത്രയും നല്ലൊരു സന്തോഷം തരുമ്പോൾ നമ്മളത് സ്നേഹിക്കാതെ അവരെ ദ്രോഹിക്കാനാണ് കേട്ടോ നമ്മൾ മനുഷ്യർ നോക്കുന്നത്. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രകൃതിയും കാര്യങ്ങളൊക്കെ. ഈ ആക്കാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും എന്താണ് വിശ്രമിക്കുന്നതാണ്. കാരണം സഞ്ചാരികൾ വന്ന് ഇതിൻ്റെ പുറത്ത് കയറി നമുക്ക് ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിക്കാം കേട്ടോ. ഇവിടെയൊക്കെ കുറേ ഉണ്ട് യാക്ക്. 500 രൂപയാണ് കേട്ടോ. 500 രൂപ 1000 രൂപയ്ക്കാണ് യാക്കിന് പ്രൈസ് വരുന്നത്. പാവങ്ങളല്ലേ. ഹായ്, എന്ത് രസമാണല്ലോ യാക്ക് കാണാൻ വേണ്ടി. ഇത് പ്രോപ്പർ സോളങ് ആണ് കേട്ടോ. സോളങ്ങൾ എന്താണ് സിറ്റി ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറയാം. എത്രയല്ല യാക്കൊക്കെ. ഇതിൽ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. പക്ഷെ നല്ല ഹെൽത്ത്, നല്ല ആരോഗ്യമുള്ള ഒരു ആനിമലാണ് കേട്ടോ യാക്ക് എന്ന് പറയുന്നത്. ഈ യാക്കിൽ ആൾക്കാർ പോകുന്നുണ്ട് ഈ കാണുന്നത്. എന്താ സൈസല്ലേ യാക്കിൻ്റെ. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും കേട്ടോ. നല്ല രസമുണ്ട്. വാട്ട് ഇസ് യുവർ ഫീൽ? വാട്ട് യുവർ ഫീൽ? ഗുഡ്? ഹെവി
എന്ത് രസമല്ലേ രണ്ടുപേരും അതിലിരുന്ന് കാണാൻ വലിയ രസമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ എന്തോ ഒരു പാവം ഫീൽ ചെയ്യുന്നു കേട്ടോ. ഒരു പ്യൂർ ആനിമലാണ്. പക്ഷെ ഓക്കെ, ഇവരത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഇവിടെ ഉണ്ട് കേട്ടോ 2 ഫാമിലി. ഇത് കാണുമ്പോൾ ആളെന്താണ് ഹെവി ആണെങ്കിൽ വളരെ പുവർ ആയിട്ടുള്ളൊരു ആനിമലാണ് കേട്ടോ യാക്കെന്ന് പറയുന്നത്. കുത്തോ ഒന്നും അറിയില്ല. പോകുന്ന നോക്കി എന്ത് രസമല്ലേ. ഇവിടെയൊക്കെ കുറേ അമ്മമാരുണ്ട്. ഇവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതാണ്. പോകുന്ന നോക്കി എന്ത് രസമാണല്ലേ. അവരെ അടിക്കുന്നുണ്ടല്ലോ അതിനാ. ഞാനൊരിക്കൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതിന് മുകളിൽ കയറിയിട്ടൊരു വീഡിയോ എടുത്തത്. ആ ഒരു പുള്ളിക്കാരനെ കണ്ടോ, പുള്ളിക്കാരനെ എനിക്കത് സപ്പോർട്ട് ചെയ്തത്. ആൾക്കാരൊക്കെ പാവമാണ് കേട്ടോ. പക്ഷേ അവർക്ക് ജീവിക്കേണ്ട ഒരു മാർഗ്ഗമായിട്ട് ഒരു ആനിമലിനെ ഇവിടെ ഇവർ ഉപയോഗിക്കുന്നു. റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്, അങ്ങ് ദൂരെ മലമുകളിലൊരു ഗ്രാമം നോക്കിയേ. എന്താണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്, എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. കാരണം അവരൊക്കെയാണ് സ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ കേട്ടോ. കൃഷിയാണ് തോന്നുന്നു. ആ ഒരു മഞ്ഞ കളർ കാണുന്നത് എന്താണ്, കടുകിൻ്റെ കൃഷിയാണ്. പിന്നെ മൊത്തം മൗണ്ടെയ്ൻസ് ആണ്. ഞാൻ സാധാരണ പറയുന്ന പോലെ മൗണ്ടെയിൻ ഏരിയ ആണ്. ഇത് നാഷണൽ ഹൈവേ ആണ്. ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ, റെസ്റ്റ് ചെയ്തിട്ട് നടക്കുന്ന 4 കിലോമീറ്ററാണ്. തണുപ്പാണ് കാലാവസ്ഥ, പക്ഷെ നടക്കുമ്പോൾ ഒരു ചൂട് ഫീൽ ഉണ്ട് നമുക്ക് വെയിലടിക്കുമ്പോൾ. അമ്പോ സമ്മതിക്കണം കേട്ടോ ആ ഗ്രാമവാസികളെ. അവരെ വീടുണ്ടാക്കിയ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റാണ് കേട്ടോ മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്താ വിചാരിച്ചാൽ ഭൂചലനൊക്കെ ഇടയ്ക്ക് ഇവിടെ വരുന്നൊരു ഏരിയ ആണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. പിന്നെ ഒരു ചീപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്കത്. കുറേ ദൂരമായി ഞാൻ നടക്കുന്നേ, എന്തോ ഭാഗ്യത്തിനൊരു കട കിട്ടി കേട്ടോ. അതായത് ഇവിടെ ഒന്നും ഇനി ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മുന്നോട്ട് പോകും തോറും ഒന്ന് അടൽ ടണലാണ് വരുന്നത്. പിന്നെ ദുന്തി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ എത്തിപ്പെടണമെങ്കിൽ 10 കിലോമീറ്ററാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല എത്തുമെന്ന്, കാരണം അത്രയും ദൂരമുണ്ട്. എവിടെയും ടെൻ്റ് അടിക്കാൻ സ്ഥലമുണ്ട് ചോദിച്ചപ്പം ഈ അമ്മ പറയുന്നു കേട്ടോ ഇവിടെ കരടിയുണ്ട്. ഇതൊരു ബാലുവേ, ബാലു ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം കിതറേ छोटा ट्री ग्रीन कलर का। इसके पीछे देखो जो पेड़ गिरा हुआ है वहाँ पे है। इसके 2 बालू है। 2 है, एक बच्चा एक माँ है। वो देखो जूम करके देखो आप। അവിടെ കരടി ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് കാണാൻ देखो जूम करके, वो छोटा ट्री नहीं है। സോളങ് വാലി കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ദുന്തി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ദുന്തി എന്ന് പറയുന്നത് ആർമീൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ വരുന്നൊരു ലൊക്കേഷനാണ്. അതുമുതൽ അടൽ ടണൽ ക്രോസ് ചെയ്യുന്നത് വരെ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഹോട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാമെങ്കിലും വിചാരിക്കാം, പക്ഷെ അതിന് പോലുള്ള സ്ഥലമില്ലാത്തൊരു ലൊക്കേഷനാണ്. അതുമാത്രമല്ല അടൽ ടണലിൻ്റെ അകത്തുകൂടി നടന്നു പോകാൻ പെർമിറ്റില്ല. 9 കിലോമീറ്ററോളം ഉള്ള ഒരു തുരങ്ക പാതയാണ്. ഞാനിപ്പോൾ HRTC ബസ്സിലാണ് ഉള്ളത്. അതായത് ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് ബസ്സാണ്. ആർമിക്കാരാണ് എന്നെ വണ്ടിയിനകത്ത് കയറ്റിയത്. കാരണം അടൽ ടണലിലുള്ള നടന്നു പോയ ഫൈനാണ്. ചിലപ്പോൾ മരിച്ചു പോയേക്കാം, കാരണം അത്രയും മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗവൺമെൻറ് ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. വാഹനങ്ങൾ തിങ്ങിയും പാർത്തുമാണ് ഇതിലൂടെ പോകുന്നത്. കാരണം അത്രയും അപകടമാണ് മഞ്ഞ് വീണ് കിടക്കുന്ന സമയങ്ങളിൽ അടൽ ടണൽ ക്രോസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത്. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ഗേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ധാരാളം ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടാകൂ. അതായത് ആൾക്കാർ വണ്ടിയിൽ വന്ന് മുട്ട ഓംലേറ്റ്, ബ്രെഡ് ഓംലേറ്റ് അങ്ങനെയൊക്കെ ആക്കുന്ന ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടാവൂ. ഇതിന് തൊട്ടപ്പുറത്ത് വരുന്നത് അടൽ ടണലാണ്. ഏകദേശം 9 കിലോമീറ്ററോളം വരുന്ന തുരങ്ക പാതയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്തുകൂടി സഞ്ചരിച്ച് എത്ര അപകടമാവുമെന്ന്. എന്തായാലും ബസ്സിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. ടണലിൻ്റെ പുറത്തുള്ളൊരു കാഴ്ചയാണ്. എത്ര സുന്ദരമായിരിക്കും നോക്കിയാൽ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മഞ്ഞ് അത്രയും നല്ലതുപോലെ വീണിരിക്കുവാണ്. അതാണ് കുറേ നാളത്തേക്ക് ട്രാഫിക്കൊക്കെ ബ്ലോക്കായിരുന്നത്. എന്തായാലും കാഴ്ചകളൊക്കെ മനോഹരമാണ്. പക്ഷേ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നല്ല തണുപ്പാണ്. പർവ്വതക്കാറ്റ് നമുക്ക് മുഖത്തേക്കും ശരീരത്തേക്കും അടിക്കുന്ന ഒരു പവർ ഉണ്ടല്ലോ, അത് ഇവിടെ വന്നാൽ മാത്രമാണ് മനസ്സിലാവുക. ഞാനിപ്പോൾ ഉള്ളത് ലാഹോറിൽ വരുന്ന സിസു എന്ന് പറഞ്ഞ ലൊക്കേഷനിലാട്ടോ ഉള്ളത്. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് സിസു എന്ന് പറയുന്നത്. അത്രയായാലും ജനങ്ങളുണ്ട് കേട്ടോ. ചന്ദ്ര റിവറാണെന്നാണ് പറയുന്നത് ഒരു ഭാഗത്ത്. നല്ല ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട്. നല്ല കോടും തണുപ്പാണ്. ചന്ദ്ര റിവറാണ് സൈഡിലൂടെ ഒഴുകി പോകുന്നത്. പിന്നെ കണ്ട അവിടെ എന്തെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് നദിയിലൂടെ ഒഴുകി പോകുന്ന പരിപാടിയും ഇതൊക്കെ നോക്കിയാൽ മൊത്തം ഐസായി പോയി കേട്ടോ. ഇവിടുത്തെ എന്തോ തടാകം പോലെ തോന്നുന്നു. ഇതാണ് സിസു. ഇതൊക്കെ കാണുന്നത് ഇവിടുത്തെ ഹോം സ്റ്റേ ആണ്. ജനങ്ങൾ വന്ന് താമസിക്കാനുള്ള ലക്ഷറി ഹോം സ്റ്റേസ് ആണ്. ഇവിടെ എവിടെയെങ്കിലും ബഡ്ജറ്റ് പിടിക്കണം, കാരണം ടെൻ്റ് അടിക്കാൻ കഴിയില്ല. മൊത്തം കണ്ടല്ലോ മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് ടെൻ്റ് അടിച്ച് ശരിയാവില്ല. അരയോളം മുട്ടോളൊക്കെ മഞ്ഞാണ് ഓരോ സ്ഥലങ്ങളിലുള്ളത്. സ്ഥലം വേറൊരു ആംബിയൻസ് കേട്ടോ.
ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറയാം. മൊത്തം മഞ്ഞ് വീണ് കിടക്കുകയാണ് എല്ലാ ഏരിയകളിലും. സിസു മണാലിയിൽ നിന്ന് ഏകദേശം 10-50 കിലോമീറ്ററാണ് കേട്ടോ ദൂരം ഉണ്ടാവുക. അടൽ ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ വരാൻ പറ്റുക. കെയ്ലോങ്ങിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ സിസു എന്ന് പറയുന്നത്. കെയ്ലോങ് ആയാലും ലഡാക്കിലൊക്കെ പോകുന്നൊരു ഭാഗമായിട്ട് വരും കേട്ടോ സിസു. ഒരു ടൂറിസ്റ്റ് ഹോം സ്റ്റേ വില്ലേജ് ഒക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് പറയുന്നത്. ലക്ഷറി ഏരിയകളാണ്. നല്ലപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ സ്ഥലത്ത്. നിലവിലെ കാലാവസ്ഥ പ്രകാരം നമ്മൾക്ക് എവിടെയും ടെൻ്റ് അടിക്കാൻ കഴിയുന്നൊരു സ്ഥലമില്ല. ഉണ്ടെങ്കിലും പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ അവർ അടിക്കാൻ പറ്റില്ല, കാരണം അവരുടെ കച്ചവടമൊക്കെ ഇഷ്യൂ ആവുന്നതുകൊണ്ട്. അടിച്ചോ പറഞ്ഞു. പിന്നെ മഞ്ഞിൻ്റെ മുകളിലൊക്കെയാണ്. മഞ്ഞിൻ്റെ മുകളിൽ അടിച്ചാൽ നമുക്ക് കിടന്നുറങ്ങാനൊന്നാവില്ല, വേഗം അസുഖം പിടിച്ചു പോകും. അത്രയും കോൾഡാണ്. നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കൂടി കാണിച്ചു കേട്ടോ. ഇവിടെ എന്തൊരു ഹോം സ്റ്റേ ആണ്, സിസു ടൂറിസം എന്ന് പറഞ്ഞ ഹോം സ്റ്റേ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് എൻ്റെ റൂം? എവിടെയാണ് പോയോ? എൻ്റെ റൂം എവിടെയാ? ഇതുണ്ടോ, അത്യാവശ്യം വലിയൊരു റൂമാണ്. ഇന്ത്യൻ പൈസ 500 രൂപക്കാണ് തന്നെ. 1500-2000 രൂപയ്ക്കാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അവരും പറയാൻ കഴിയില്ല, കാരണം ഈ തണുത്ത സ്ഥലത്ത് ഹീറ്റർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ റൂമിന്. പിന്നെ 500 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നടന്നൊക്കെ യാത്ര ചെയ്യുന്നതാണ്, ഇവിടെ വേറെ എവിടെയും പോകാൻ കഴിയില്ല. 5000, 4000, 2000 ഒക്കെയാണ് വരുന്നത്. ആവില്ല പിടിച്ച് നിൽക്കാൻ. ഇന്ന് ഒരു ദിവസമല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നിന്നോ പറഞ്ഞു. പിന്നെ ഈ വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് അവർ 500 രൂപയ്ക്ക് എനിക്ക് തന്നത്. അപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു ദിവസം റെസ്റ്റ് ചെയ്യും. ഭക്ഷണമൊക്കെ ഇവിടുന്ന് കുക്ക് ചെയ്യാൻ പാടില്ല പറഞ്ഞു, കാരണം അവർ തുണിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും പുറത്ത് പോയി കഴിക്കാം. ഞാൻ ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഫാമിലിയാണ്. ഇത് സിസു എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ആട്ടോ. ഞാൻ ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് എന്താണ് മിഠായിയൊക്കെ വാങ്ങിത്തര വെച്ച കുട്ടികൾ ഞാൻ കൊടുത്തോടോ. പാവ മക്കളാണ്. ഹായ്, എന്ത് രസമാണല്ലേ. ഇവരൊക്കെയാണ് കേട്ടോ ഭൂമിയിലെ വരദാനെന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടൊരു കുഞ്ഞി. മാതാജി നമസ്തേ. ഗാവ് കിതറേ? ഗാവ് ഗാവ് ആ സിസു. ഓക്കെ, പാവം കേട്ടോ. ഞാൻ എന്നോട് മിഠായി വാങ്ങിത്തര ചോദിച്ചപ്പോൾ ഞാൻ ഇവർക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തു. എന്ത് രസമാണല്ലേ കുട്ടികളെ കാണാൻ വേണ്ടി. ഹായ് ബോലിയേ. ബടിയാ നാം ക്യാ ഹൈ? ഹിമാൽ. ഹിമാൽ വിമൽ. വിമൽ അച്ഛാ. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന പെട്രോൾ പമ്പ് കണ്ടോ, ഒരു കുറ്റി മാത്രമേ ഉണ്ടാവും കേട്ടോ. ഇതിൽ ഡീസലും ഉണ്ട് പെട്രോളും ഉണ്ട്. ഞാൻ എൻ്റെ സ്റ്റൗവിന് വേണ്ടിയിട്ടാണ്. സ്റ്റൗ പറഞ്ഞാൽ അറിയാലോ, പെട്രോൾ ഭയങ്കര പവറാണ്. കത്തുമ്പോൾ എന്താണ് കരട് കുടുങ്ങുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഡീസൽ ട്രൈ ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. ഓക്കെ കം, ഇപ്പോൾ ഡീസൽ വാങ്ങാം കേട്ടോ. ഇതിൽ ഏകദേശം എന്താണ് ഒരു എനിക്കൊന്ന് 500 ml കൊള്ളും തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഡീസലിൻ്റെ പ്രൈസ്. എത്ര എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കുറേ നാളെ ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടിച്ച്. മലമുകളിലല്ലേ. कितना इधर प्राइस पेट्रोल? पेट्रोल 97 इसमें डालता पहले. इस कितना 500 ml शायद. അതൊരു ഇതിൽ നമുക്ക് ഡീസൽ ക്യാരി ചെയ്തിട്ട് അടുത്ത യാത്ര വീണ്ടും ഇവിടുന്ന് തുടങ്ങാം. ഇവിടുത്തെ കാലാവസ്ഥ കണ്ടോ എൻ്റെ അമ്മ. ഇപ്പോഴും മൈനസിലാണ് കേട്ടോ ഈ സ്ഥലം നിൽക്കുന്നത്. -4 രാത്രി ആകുമ്പോൾ 12 വരുന്നുണ്ട്. എന്താ അറിയില്ല, മാസം ഏതാ നോക്കുക കേട്ടോ നിങ്ങൾ. പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങളെന്നല്ലാണ്ട് വേറെന്ത് പറയാനാ. ലുക്ക് അറ്റ് ദിസ്. സത്യം പറയാലോ, ഈ പക്ഷികൾക്കൊക്കെ ചിറക് കൊടുത്തതുപോലെ മനുഷ്യനും ചിറക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന പർവ്വതങ്ങൾ മൊത്തം പറന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. റോഡിലൂടെ നടക്കണം കേട്ടോ, കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഒരു മനുഷ്യർ നടന്നു പോകാത്ത ഏരിയകളാണ്. കാരണം ഒന്ന് അൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം. സമുദ്രനിരപ്പിൽ നിന്നും 11,000 അടി ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. എനിവേ സൂപ്പറാണെന്ന് പറയാം. താഴെ ചന്ദ്ര നദിയാണ് കേട്ടോ നീല കളറിൽ ഒഴുകി പോകുന്നത്. ഈ ഒരു ബോർഡ് കണ്ടോ, ലാഹോൾ അഡ്മിനിസ്ട്രേഷനാണ് ഈ ഒരു ബോർഡൂടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് വാണിംഗ് കൊടുക്കുന്നതാണ്. ചില ഏരിയകളിൽ പുലി ഉണ്ടാകും, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ടോ. ലേപ്പാർഡ്സാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഇതൊക്കെ അതിൻ്റെയൊക്കെ മെയിൻ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ചിലപ്പോൾ റോഡിലേക്ക് വന്നേക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. നമ്മൾക്കറിയാലോ, രാവിലെയൊക്കെ വാഹനങ്ങൾ പോവുകയാണ്, അതിൻ്റെ സൗണ്ടൊന്നും കേട്ട ആനിമൽ വരില്ല എന്നൊരു വിശ്വാസം. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണണം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ബഡ്ജറ്റ് യാത്രക്കാരനാണ്. എനിക്ക് സിറ്റി ഏരിയകളും ഹോട്ടൽ ഏരിയകളും പോയാൽ എൻ്റെ അക്കൗണ്ടിലുള്ള ഒരു പൈസ ഇല്ല, അത് മതിയാവുള്ളൂ ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി. അത്രയും ബഡ്ജറ്റിരിക്കുകയാണ് ഞാൻ പോകുന്നത്. പക്ഷേ വളരെ ഹാപ്പിയാണ് എൻ്റെ യാത്രയിൽ. ഞാൻ ഈ കാണുന്ന പർവ്വതങ്ങളൊക്കെ നടന്നെങ്കിലും നടന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇതുപോലെയുള്ള ആനിമൽസ് എൻ്റെ അടുത്ത് വരാതിരുന്നാൽ മാത്രം എനിക്കൊരു സന്തോഷമുണ്ട്. വേറൊരു പ്രശ്നവും ഇല്ല കേട്ടോ.
റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഗ്രാമം കണ്ടിട്ട് ഞാൻ കയറി വന്നതാണ്. അത്യാവശ്യം എന്താ ഒരു രസമുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ വില്ലേജിൽ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മഞ്ഞ് വീണതുകൊണ്ട് ഇവരെ വർക്കൊക്കെ പെൻഡിങ് ആയിരിക്കുവാണ്. ഇവിടെ വീട്ടിലത്തെ ഓണർ ഉണ്ട്. हाय जी, नमस्ते। नमस्ते। आपका नाम क्या है? मेरा नाम राजेश। राजेश। आपका प्रॉपर लोकेशन? ये हिमाचल प्रदेश खोरपानी। कोरपानी गांव खोरपानी है। ओके, कितना घर है इधर कोरपानी में? यहाँ पे 1 2 3 4 5 घर है। 5 घर में कोरपानी। इसे गवर्नमेंट एरिया है? गवर्नमेंट नहीं, प्राइवेट है। प्राइवेट एरिया। गवर्नमेंट ऊपर है, ये ऊपर में गवर्नमेंट एरिया। फॉरेस्ट है ना ऊपर की ओर। ठीक है। इस आपका घर है? ये मेरा घर, हाँ हमारा घर है। ठीक है। लाइट कनेक्शन है, सोलर है? कनेक्शन दोनों है, सोलर भी है। ठीक है। बाकी ये सोलर गीजर। ഓ ഗീജർ है? सोलर गीजर है। ഓ സോളർ ഗീ, അതായത് തണുത്ത പ്രദേശമാണ്, -10 വരുന്ന ലൊക്കേഷനാണ്. ചൂട് കായാൻ വേണ്ടിയുള്ള ഹീറ്ററാണ് കേട്ടോ. हॉट वाटर ये ठीक है। यहाँ पे निकलता हॉट वाटर। ഓ ഇതിരി ഗരം പാനി മിൽ ജായേഗാ? इधर मिल जाएगा। അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന കേട്ടോ. നല്ല മിടുക്കനാണല്ലോ ആള്. ഇത് 2-3 मिनट में गरम। ओ इतनी स्पीड में गर्म है? बिल्कुल। बहुत ठंडी एरिया है। ठंडा एरिया है बहुत। यहाँ पे माइनस टेम्परेचर जाता ओ है। मेरे एस्टरडे -7 अभी हाँ -7 है। इधर आपका क्या काम करता है? इधर हम खेती बाड़ी करते हैं, एग्रीकल्चर है ना हमारा। अग्रिकल्चर है, पर्सनल। अरे ഇപ്പോ എന്താ വിചാരിച്ച മൊത്തം ബർഫ് आता है। ग्रीन हाउस। ओ ग्रीन हाउस। यहाँ पे हम प्लांट्स उगाते हैं। अंदर देखते हैं। ओके, നമുക്ക് എന്തായാലും ഈ ഗ്രാമത്തിന്റെ കൃഷിയിടം കാണാം കേട്ടോ. ഈ പുള്ളിക്കാരന്റെ बर्फ बहुत ज्यादा है, आपका खेत में खराब है? हाँ जी, बर्फ आते है, खेत खराब है? बर्फ में ये तो अभी मेल्ट हो रहा है ना। ठीक है। विंटर में तो बहुत ज्यादा बर्फ होता है यहाँ पे ना। ओह यस यस। इस क्या है भाई जी? ये है कॉलीफ्लावर का ना। ओ कॉलीफ्लावर का। ये खराब है? अभी लास्ट हमने काटा ना, उसका जो है ये जड़ है। ओ जड़ है इसके। इसके ऊपर ना प्लांट। ठीक है। उसको हम फेल कर देते हैं। ठीक है साहब, ठीक है। ये पूरा आपका प्रॉपर्टी है? ये पूरा हमारा प्रॉपर्टी। ओ इतनी आपका प्रॉपर्टी है? बम्बो हमारा ही। എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന കേട്ടോ. നല്ല ക്വാളിറ്റി ലൊക്കേഷനാണ് ഇത്. പുള്ളിക്കാരൻ്റെ ഈ ഗ്രീൻലാൻഡ് ग्रीन हाउस वेजिटेबल्स है? वेजिटेबल वो सब्जी नर्सरी है। ओ नर्सरी। ओके एक मिनट जरा। ओके, इस पानी है? ओ लॉक लॉक वेंटिलेशन होता ना। ओ ठीक है साहब, ठीक है। वेंटिलेशन ये भी हमने आपका मेन अभी रखा है यहाँ पे ना। ओके, इधर अंदर में यहाँ पे सब्जी, प्लांट राजमट। ये कॉलीफ्लावर का। ओ कॉलीफ्लावर का अभी जैसे लगाते हैं ना अभी। ओके ठीक है। प्लांट तैयार ओ प्लान में तैयार करता है। ट्रांसप्लांट करते हैं फिर इसको हम। ഓക്കെ, അതായത് നമ്മളെ വിത്തും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി എടുത്തിട്ട് അത് അത്രയും പൊന്നു പോലെ ഗുഡ് കെയറിങ് बहुत ज्यादा है। केयरिंग करना पड़ता है। അത്രയും കെയറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ ഇവര് വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യും. बाद में यहाँ पे ट्रांसप्लांट करेंगे आप। ठीक है। जून मंथ में इधर बर्फ खत्म है? खत्म हो जाएगा, खत्म है मई महीने में। मई नेक्स्ट मंथ तक पूरा का पूरा क्लियर हो जाएगा। क्लियर है, ग्रीनरी स्टार्टिंग। हाँ ग्रीनरी स्टार्टिंग हो जाएगा आपका खेत में मेन टाइम। हाँ यार ठीक है जी, धन्यवाद, थैंक यू। ओके जी, वेलकम। स्वागत है आपका। എന്തായാലും നല്ലൊരു ഗ്രാമവാസി കേട്ടോ. ഞാൻ കണ്ടപ്പോൾ കയറിയതാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഗ്രാമത്തിലെ ജീവിതം കൂടി കാണിച്ചു തരുന്നതാണ്. എന്താണ് അധികം ഗ്രാമങ്ങൾ കാണിക്കാത്ത വിചാരിച്ചാൽ മഞ്ഞ് വീണിട്ട് ഇവർ കൃഷിയുടെ ഒക്കെ മൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ അധികം ഇല്ലാത്ത പക്ഷേ ഇവിടെയൊക്കെ മൊത്തം പച്ചക്കറിയും അവരവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. എന്തെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ താഴെ കണ്ടൊരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ പേരറിയില്ല, കാരണം കൊടും തണുപ്പ് കേട്ടോ. മൈനസിലൊക്കെ ഒന്ന് വീണ്ടും ഇറങ്ങിയിരിക്കുവാണ്, കാരണം അത്രയും കാറ്റടിക്കുന്നുണ്ട്. ചന്ദ്ര നദിയാണ് കേട്ടോ തലോട് ഒഴുകി പോകുന്നത്. എന്തായാലും ഇവർ സമ്മതിക്കണം കേട്ടോ. ഇവർ മാർച്ച് മാസം ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന, അതായത് ജനുവരി ഒക്കെ എന്തായിരിക്കും, ഡിസംബർ ഇവിടെയൊക്കെ ജനവാസം ഉണ്ടാവുമോ എന്നാണ് കേട്ടോ എനിക്ക് സംശയം. അത്രയും വലിയ മൗണ്ടൻസ് ആണല്ലോ ഇതൊക്കെ. ഗ്രാമം നോക്കിയാൽ കൃഷിയൊക്കെയാണ് കേട്ടോ കൂടുതൽ അവർ ചെയ്തിട്ട് കാണുന്നത്. ഞാനിപ്പോൾ കങ്സർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഉള്ളത്. മാരകമായ മഞ്ഞ് വീഴ്ചയും ഉണ്ട്. അതുമാത്രമല്ല എക്സ്ട്രീം കോൾഡാണ്. കിതക്കുന്നത് കണ്ടോ, അതായത് നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് റോഡിൻ്റെ അവസ്ഥ. നല്ല മഞ്ഞ് വീഴ്ചയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം കൂടി കാണിച്ചു തരാം. കങ്സറിൽ ഈ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ, വീടുമാണ്. കൂടാതെ നമുക്ക് വീട്ടിലെ ഭക്ഷണവും കഴിക്കുക. ഇവിടെ ഒരു ഏച്ചി ഉണ്ട്, അവരാണ് പറഞ്ഞത് താമസിച്ചോ, വലിയ പൈസ ഒന്നും വാങ്ങില്ലെന്ന് പറഞ്ഞ് 400 രൂപക്കുള്ളിലായിട്ട് തരാമെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. നമുക്ക് നോക്കാം. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ താമസിക്കുന്ന 2000 രൂപ 3000 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്.
ഇതിലൊരു പരിസരം കണ്ടോ കേട്ടോ. കങ്സർ എന്ന് പറഞ്ഞ വില്ലേജാണ്. അധികം ഹോം സ്റ്റേ ആണ് വരുന്നത് കേട്ടോ. പിന്നെ അവരെ കൂടെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അവരുടെ വീടാണ്. ആ വീട്ടിൽ അവർക്കൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി കെട്ടിടങ്ങളും പണിയുന്നെന്ന് മാത്രം. കൃഷിയിടമൊക്കെ പോയി കേട്ടോ ഇവരെ മഞ്ഞ് വീഴ്ച കാരണം. കങ്സർ സിസുവിൽ നിന്ന് എനിക്കൊന്ന് 8-7 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. എൻ്റെ അമ്മോ, സ്ഥലങ്ങളൊക്കെ മഞ്ഞാൽ മൂടിപ്പോയിരിക്കുവാണല്ലോ. ആ ഒരു ഇത് കണ്ടോ കൂടാരോ, അത് കൃഷിയാണ് കേട്ടോ. ഗ്രീനറി നമ്മളെന്താണ് ചെറിയ ചെറിയ സബ്ജീൻ്റെ ഒക്കെ കൃഷിയാണ്. ഇതൊക്കെ എപ്പം പോകാനാണ്. എനിക്കൊന്ന് 1 മാസം കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊക്കെ ഉരുങ്ങി പോകത്തുള്ളൂ. എന്ത് രസമല്ലേ അവരെ കെട്ടിടം കാണാൻ വേണ്ടി ഒരു ആംബിയൻസൊക്കെ. വിറക് കണ്ടോ, ഇതൊക്കെ ഒരു എന്താണ് പൈൻ മരങ്ങൾ വെട്ടി കഷ്ണാക്കി തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ. തണുപ്പ് കാലം എന്നാൽ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കൂടെ എന്താണ് അവർ രാത്രി തീ കൂട്ടുന്നൊരു പരിപാടി ഉണ്ട്. തീ കൂട്ടാനും അടുക്കള ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും. എന്തായാലും എനിക്ക് സ്ഥലമൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എടുത്ത് പറയണം കേട്ടോ. എവിടെ നോക്കിയാലും മഞ്ഞ്. സത്യം പറഞ്ഞാൽ സന്തോഷമുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞത് ഗ്രീനറിയാണ്. ഗ്രീനറി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ. മഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ നമുക്ക് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം എന്താണ് മടുപ്പാവും കേട്ടോ. കൈയൊക്കെ നോക്കിയാൽ മടുപ്പ് പറഞ്ഞാൽ ഉപജീവന മാർഗ്ഗം മുട്ടിപ്പോവും ആൾക്കാരുടെ. നമ്മളെ അന്യ സംസ്ഥാനക്കാർക്ക്, മഞ്ഞില്ലാത്ത സംസ്ഥാനക്കാർക്ക് ഇതൊക്കെ ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ ഇവർക്കിത് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ ഈ മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നത്. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഒരു അമ്മയുണ്ട്. ഞാൻ അമ്മേനൊക്കെ പരിചയപ്പെടുത്തി തരാം. ഞാൻ പെർമിഷൻ ചോദിച്ചായിരുന്നു കേട്ടോ, എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആഹാ, ഇതാണ് ഇവരെ വീടിൻ്റെ അകംഭാഗം കേട്ടോ. ഓഹോ, ഈ हीटर सेटअप है. हाय, वेयर आर फ्रॉम? ओ, आपका आदमी है? ओ, इससे ओ फैमिली है. ओके ओके. या ये हीटर है. Okay, traditional heater. No electricity. Totally your family. Okay, your name? My name is Virender. Virender. Okay, hi. Your name? Namgyal. Hi madam. Name? Nisha. Okay. Is family? Yeah. Okay, hi. Father? Okay. Hi. Hi. നമ്മളെ ഞാൻ ലഡാക്ക് പോയപ്പം ലഡാക്കിൽ ഏകദേശം ഇതേപോലത്തെ സിസ്റ്റമാണ്. അതായത് നമ്മൾ ടൂറിസ്റ്റൊക്കെ വന്നാൽ ഇവർ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. കേരളമേ ചെയർ മേ ബൈഠേ മേരാ ഇസ്കാ ടൈപ്പ് ബൈഠേ മേരാ ദർദ്. നോ നോ നോ, ദിസ് ഇസ് എ ഗുഡ് ഹെൽത്ത് ഗുഡ് ദിസ് ടൈപ്പ് സിസ്റ്റം. എന്തായാലും ഇവരെ അടുക്കള അടിപൊളിയാണ് കേട്ടോ. ദൗറ കിധർ ഡാലത്തെ ലക്കടി. इधर सेटअप के अंदर अड्डी बोला डेनी की इष्टा पड़ती है. ये माता जी है. माता जी उम्र कितना है? हाँ कितना? 57. ओके, इधर का आदमी बहुत हेल्थी है. पहाड़ का आदमी है. बहुत हेल्थी है. हिमाचल, लद्दाख, कश्मीर. कितना? 65. इधर में आदमी का केमिकल फूड बहुत कम है. मेरे एरिया में ज़्यादा केमिकल है. हाँ, इधर हवा, वाटर टोटली अच्छा है. या नेचुरल ब्यूटी श्योर. എന്തായാലും കേരള. मालूम है केरला? गया? जाएंगे. बहुत दूर है. आपका मालूम है नारियल का स्टेट है. हाँ या no Karnataka is a different state of India. Hyderabad in yeah, it's totally South India. Okay, thank you. ഇതാണ് താമസിക്കുന്ന റൂം. 500 രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. കൊടും മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലത്താണ് കേട്ടോ നമുക്ക് സപ്പോർട്ട് കിട്ടിയത്. ഇവരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. നേരത്തെ കുറേ ആൾക്കാരെ കാണിച്ചില്ല, ഒരു കുടുംബത്തിൻ്റെയൊക്കെ സ്നേഹവും സന്തോഷം കൊണ്ട് മാത്രമാണ്. പിന്നെ ഇതുണ്ടോ എനിക്കെന്താ കുടിക്കാൻ ഫ്രൂട്ടിയോ ഇതിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അവരെനിക്ക് തന്നെയാണ്. ഇതാണ് ഇവർ ഫുഡ് നോക്കി. ഉരുളക്കിഴങ്ങും കാര്യങ്ങളും ഓർഗാനിക്കാണ്. പിന്നെ ചപ്പാത്തി, അതിൻ്റെ അടിയിൽ വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ദോശ, ഗോതമ്പ് പോലത്തെ ദോശ കണ്ടോ, ഗോതമ്പിൻ്റെ ദോശയും കാര്യങ്ങളൊക്കെ. പിന്നെ മട്ടൺ സൂപ്പാണ് ഇവിടുത്തെ. ഇവർ നല്ലതുപോലെ മട്ടൺ കഴിക്കും. ഇവരുടെ മട്ടണാണ് കേട്ടോ. ഇവരെ ഗ്രാമത്തിലെ ആടുകളാണ്. പിന്നെ അച്ചാർ. എന്താണല്ലേ ഒത്തിരി ഓർഗാനിക് കേട്ടോ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. റൂം പറഞ്ഞാൽ 3 ആൾക്ക് കിടക്കേണ്ട റൂമാണ് എനിക്ക് തന്നത്. ഇതൊരു വലിയ ഹാപ്പിയാണ് കേട്ടോ. ഇത്രയും കൊടും മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് ഇവർ 500 രൂപയൊക്കെ തന്നത്. ഇതൊക്കെ സംഭവം ഒരു വീട് തന്നെയാണ് കേട്ടോ. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ അറിയാലോ
ഇവരെ വീടാണ്, വീട്ടിലത്തെ ഒരു റൂമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീട്ടിൽ. എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്താണ് നാളെ രാവിലെ ഉള്ളൊരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ വീണ്ടും യാത്ര തുടങ്ങുവാണ്. ഒരു ദിവസം താമസിച്ച റൂം കണ്ടല്ലോ, നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. ഭക്ഷണം എല്ലാം കൂടി എനിക്ക് എന്താണ് 500 രൂപ മാത്രം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളൂ. എന്തായാലും സന്തോഷമായി. തണുപ്പാണ് കേട്ടോ, നല്ല കോൾഡാണ്. -6 ഇപ്പം കാണിക്കുന്നത്. എന്താണോ ഇത്ര കോൾഡ്? ഇതാണ് ഇവരെ വഴി പോകുന്നത്. ഈ മഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കും പോലെ ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ 2 ജാക്കറ്റ് ഉണ്ട്. 2 ജാക്കറ്റ് ഇട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല, വേഗം എന്താണ് കിതച്ചു പോകും. അതാണ് നോർമൽ ജാക്കറ്റ് ഇട്ട് ഞാൻ നടക്കുന്നത്. എന്തായാലും മുന്നോട്ട് പോകാം, കാഴ്ചയോടെ നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടുവരാം. ഷോർട്ട് കട്ട് വഴിയിലൂടെ ഞാൻ താഴേക്ക് റോഡിലോട്ട് പോകുന്നതാണ്. ഇവിടുത്തെ മരങ്ങൾ കണ്ടോ, ഇലകളൊന്നും ഇല്ലാതെ ഉണങ്ങിയ മരങ്ങൾ പോലെയുണ്ട്. പക്ഷെ എന്തോ ഒരു ഫീലിംഗ് കേട്ടോ. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട വഴികളിലൂടെ നടക്കാറില്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താല്ലേ, മനുഷ്യർ താമസിക്കുന്നത് കുറവായത് കൊണ്ടാണ് ഈ ഭൂമി ഇത്രയും ശുദ്ധമായി നിൽക്കുന്നത് കേട്ടോ. മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണെങ്കിൽ ഇത്രയും സുന്ദരമായൊരു ഭൂമി നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു വാസ്തവമാണ്. താഴെ ഏതോ ഗ്രാമമാണെന്ന് തോന്നുന്നു. നോക്കാം, ഏതാ ആംബുലൻസ് നോക്കി ഞാൻ പോകുന്നത്. എന്ത് സന്തോഷമാണ് അറിയോ, ഇങ്ങനെ നടന്ന് പ്രകൃതി ലയിച്ച് ചേർന്ന് നടക്കാൻ വേണ്ടി. ഓഹോ, കുടിവെള്ളം ശേഖരിക്കുന്നത് ഇതാ തോന്നുന്നു. അതിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒരു ഡിഫറൻറ്റ് കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ താഴെ. കുറേ വീട് പറഞ്ഞാൽ 5-8 വീട് കേട്ടോ. ഒരു ഗ്രാമത്തിൽ അത്രയും വീട് വരും. നമ്മുടെ നാട് പോലെ അല്ല കേട്ടോ. ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നിടമല്ല, കുറച്ച് ആൾക്കാർ താമസിക്കുന്ന വീട്. ഗ്രാമത്തിലെ പേര് ചോദിക്കണമെങ്കിൽ അതൊരു ചായക്കട എവിടെയെങ്കിലും വേണം. നമുക്ക് എന്തായാലും കയറി ചെല്ലാം അങ്ങോട്ടേക്ക്. ദാലങ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഉള്ളത്. നമസ്തേ. ഇവിടെ കുറച്ച് അമ്മമാര് കൂടി. ഇവിടെ മെയിൻ തൊഴിലാണ് കേട്ടോ ഈ തണുപ്പ് സമയത്ത്, വിന്റർ സീസൺ. विंटर के समय लगाने के लिए नाम क्या है इसका? सिलाई है, സിലായി. അതായത് ഇവിടെ ഹാൻഡ് മെയ്ഡ് ഷോക്സും ഹാൻഡ് മെയ്ഡ് തൊപ്പിയൊക്കെ ഇവർ ഉണ്ടാക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഇവരെ നൂല്. ഇവിടെ ഉണ്ടാക്കി ഇവര് വിൽക്കുന്നുണ്ട് കണ്ടോ, തൊപ്പി ഷോക്സ് ഒക്കെ. ഇത് നമുക്ക് എന്താണ് 6 മാസത്തോളം തണുപ്പ് സമയമാണ്. विंटर के लिए ये कान पट्टी है, ये कान पट्टी ठंडी टाइम इधर लगाने का ऐसा करके। कोई यहाँ बाल है ना, तो इसको ऐसा करके लगाने। अच्छी है, हाँ जी, बहुत अच्छा है. हाँ जी. ഇതാണ് കേട്ടോ ഷോക്സ് ഉണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, ഇവർ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ये छोटा वाला सॉक्स है, छोटा वाला. हाँ जी. നല്ലൊരു അവർ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. बच्चों का सॉक्स किधर के लिए सर? ഇതാണ് കേട്ടോ ഇവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. दाकर ठीक है, थैंक यू. विलेज नाम, गाँव नाम? विलेज दालंग. दालंग. आपका होटल है? हाँ जी, ये सेल्फ हेल्प ग्रुप का है. ओके, सेल्फ हेल्प ग्रुप. हाँ जी, गवर्नमेंट है? महिला मंडल. महिला मंडल का. ठीक है. അത് നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ ഒക്കെ ഉണ്ടാവാറില്ലേ, കുടുംബശ്രീ പോലെ ഒരു കൂട്ടം മഹിളാസ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണശാലയാണ് കേട്ടോ. निकालना गाँव का, गाँव नीचे है. गाँव नीचे है, दालंग गाँव. ठीक है. ഞാനിപ്പോൾ നടന്നു പോകുന്ന സ്ഥലം കണ്ടോ, ഡേഞ്ചർ സ്ലൈഡിങ് ഏരിയ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ഏരിയകളിലും ആൾക്കാർ നടന്നു പോകില്ല, കാരണം അപകടമാണ്. ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപകടമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് റിയൽ ലൈഫ് കാണിച്ചു തരുവാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. വാഹനങ്ങൾ നിർത്താതെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു ഭാഗം കണ്ടപ്പം. കാരണം എനിക്കിതിലൂടെ നടന്നു പോകാനുള്ള വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. കൂടുതൽ ഭയാനകമായ കാഴ്ചകൾ കൂടി ഞാൻ ഉൾപ്പെടുത്തി തരാം. ലുക്ക് അറ്റ് ദിസ്. കൂടാതെ തന്നെ ഇവിടെ കണ്ടോ ഡേഞ്ചർ സ്ലൈഡിങ് പ്രോൺ ഏരിയ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അപകടം പിടിച്ച സ്ഥലമാണ്. ഓഹോ, പക്ഷേ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല എന്ന് പറയാം. ചന്ദ്ര നദീൻ്റെ കളർ നോക്കിയാൽ ഇതിലൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഓ മാൻ, എന്തായാലും വേഗം ഇവിടുന്ന് നടന്നു തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് സംസാരിക്കാൻ അത്ര സേഫ് അല്ല. ജസ്റ്റ് ഈ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചത്, അല്ലാതെ അപകടത്തിന് വേണ്ടി ഒന്നുമല്ല. യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റ് ആവശ്യങ്ങൾ വന്നാൽ എവിടെ പോകും, എങ്ങനെ ചെയ്യുന്നൊരു ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരില്ല, അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ചന്ദ്ര നദീൻ്റെ അടുത്താണ് ഞാനുള്ളത്. പ്രഭാത കർമ്മങ്ങളായാലും ഉച്ചക്കുള്ള കർമ്മങ്ങളായാലും വൈകുന്നേരമുള്ള കർമ്മങ്ങളായാലും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടെ ആരും ഇല്ലല്ലോ, ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ പെട്ടെന്ന് ടോയ്ലറ്റൊക്കെ പോകാൻ വിട്ടിയാൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പുഴയിലല്ല, അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ പൂയൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ, അവിടെയൊക്കെയാണ് കേട്ടോ. പുഴയിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല,
കാരണം ദൂരേക്ക് ഒഴുകി പോകുന്ന പുണ്യമായ നദിയാണ്. പക്ഷേ കുറേ സഞ്ചാരികളിലൂടെ ഇറങ്ങിയിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് മോശമാണല്ലേ. നമ്മൾ റിയൽ ലൈഫ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇതിൽ പറഞ്ഞത്. മോശമായി ആരും ചിന്തിക്കരുത് കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങളിത് നോക്കിയേ. അതായത് ഇതാണ് ചന്ദ്ര നദി. ചന്ദ്ര നദിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ചന്ദ്ര നദി ഉത്ഭവിക്കുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാഹോളിൻ്റെ സ്പിറ്റി ഡിസ്ട്രിക്റ്റിലാണ്. സ്പിറ്റി വാലി ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. സ്പിറ്റി വാലിയിലെ ചന്ദ്രതാൾ എന്ന് പറഞ്ഞൊരു വലിയ തടാകമുണ്ട്. അതായത് ചന്ദ്രതാളിൻ്റെ മറ്റൊരു വാക്ക് ലേക്ക് ഓഫ് ദ മൂൺ എന്നാണ് പറയുക. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 14,000 ഫീറ്റിലാണ് ചന്ദ്രതാൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് ഈ ഒരു നദി ഉത്ഭവിച്ച് ഒഴുകി വരുന്നത്. ഇത് ചന്ദ്ര നദി ഇവിടുന്ന് ഒഴുകി ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ടാൻഡി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. അവിടെ വെച്ച് ഇന്ത്യയിൽ തന്നെ മറ്റൊരു ഹിമാലയ നദിയായ വാഗാ നദിയുമായി സംഗമിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ ചന്ദ്ര നദി അവസാനിക്കുകയാണ്. ഈ ഒഴുക്ക് ഇവിടെ വെച്ച് ഒരു 5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഈ നദീൻ്റെ അവസാനമായി കേട്ടോ. ഒഴുക്ക് അവസാനിച്ച് വാഗയായി ഒഴുകി പോവുകയാണ് മറ്റൊരു ദേശത്തേക്ക്. എത്ര സുന്ദരമായ കാഴ്ചകളാണ് നോക്കിയത്. ഓരോ നദികൾക്കും ഓരോരോ ഹിസ്റ്ററീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഹിസ്റ്ററിയാണ് സമുദ്രനിരപ്പിൽ നിന്നും 14,000 ഫീറ്റിൽ നിൽക്കുന്ന ചന്ദ്രതാൾ എന്ന് ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഇത് ഇഷ്ടപ്പെട്ട കൂടെ നിൽക്കട്ടെ. ഈ കാഴ്ചകളൊക്കെ ഇതേപോലെ മനോഹരമായ കാഴ്ചകൾ കൊണ്ടുവരാനുണ്ടത്രേ. ഞാനിപ്പം വന്നിരിക്കുന്നത് താണ്ടി എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താണ്. 2 പ്രധാനപ്പെട്ട നദികളുടെ സംഗമ കാഴ്ചയാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് വാഗാ നദി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചാല ചുരത്തിലെ പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും സ്ഥിതി ചെയ്തിരിക്കുന്ന സൂര്യതാൾ തടാകം എന്ന് പറയും. സമുദ്രനിരപ്പിൽ നിന്നും 16,000 ഫീറ്റിലാണ് സൂര്യതാൾ തടാകം സ്ഥിതി ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുമാണ് വാഗാ നദി ഉത്ഭവിക്കുന്നത്. അവിടുന്ന് ഒഴുകി വരുന്ന ഈ വാഗാ നദി താണ്ടി ഗ്രാമത്തിൽ വെച്ച് മറ്റൊരു നദിയായ ചന്ദ്ര നദിയുമായി കൂട്ടിമുട്ടുന്നത് കേട്ടോ. ചന്ദ്ര നദി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എവിടുന്നാണ് ഉത്ഭവിക്കുന്നതെന്ന്. എന്തായാലും ഇത് മനോഹരമായിരിക്കുന്നു കേട്ടോ ഈ ഒരു കാഴ്ച. ഈ 2 നദികളുടെ സംഗമം എത്ര സുന്ദരമാണ്. താഴെ ഭാഗം നോക്കിയാൽ നീലയും പച്ചയും കലർന്ന ഒരു കളറാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുകളിലൂടെ വെള്ള കളർ, നടുക്ക് നീലയും പച്ചയൊക്കെ മിക്സായി കാണുന്നുണ്ട്. എന്തായാലും വാഗാ നദി സുന്ദരമാണ്. അതുപോലെ തന്നെ ചന്ദ്ര നദി ഇവിടെ വെച്ച് അവസാനിക്കുന്നു കേട്ടോ യാത്ര. ചന്ദ്ര നദി അങ്ങനെ ഒഴുകി ഇവിടെ വെച്ച് വാഗയുമായി കൂട്ടിമുട്ടി അങ്ങ് ഒഴുകുവാണ്. കെയ്ലോങ്ങിൽ നിന്നും ലഡാക്കിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സൈഡിലൂടെ ഒഴുകി പോകുന്ന ഒരു നദി കാണാറില്ല, നീല കളർന്ന നദി. അതാണ് വാഗാ നദി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നടന്നു വന്ന വഴി കണ്ടോ, 2 സൈഡിലും വലിയ ഐസ് കട്ടകളാണ്. എൻ്റെ അമ്മോ, എന്ത് വലിയ ഐസ് കട്ടകളാണെന്ന് നോക്കിയേ. ഓഹോ, വെരി ഡേഞ്ചറസ് ഏരിയ കേട്ടോ. അതായത് ലാൻഡ് സ്ലൈഡ് എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം. കാരണം മണ്ണും കല്ലും ഐസ് കട്ടയിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഏരിയാസാണ്. വണ്ടികൾ വന്നാൽ ബ്ലോക്ക് ആവും. അതിനുള്ള വീഡിയോ അവസാനിപ്പിക്കണം. റോഡിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. വാ, അതുകൊണ്ടോ വണ്ടി വരുമ്പം ബ്ലോക്ക് ആവും. അതാണ് ക്യാമറ മാറ്റിയത്. എന്ത് ഡേഞ്ചറസ് സ്ഥലമാണ് നോക്കിയേ. മുകളിലോട്ടൊക്കെ നോക്കിയാൽ മണ്ണ് പർവ്വതങ്ങളാണ് കേട്ടോ. HP വണ്ടിയാണ്. എന്ത് ഡേഞ്ചറാണെന്ന് അറിയാം സ്ഥലങ്ങളൊക്കെ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഡേഞ്ചറായ പർവ്വതങ്ങൾ. അതൊക്കെ കണ്ടോ, ഇടിയുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം ഉണ്ടാവും അതിൻ്റെ ഇടയിലൊക്കെ. വേഗം പോവാ. ഇതൊക്കെ നമ്മളെ റിയൽ ലൈഫാണ് കേട്ടോ യാത്രയിൽ. അതാണ് ഇത്ര ക്യൂരിയോസിറ്റി ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ മണ്ണും പാറകളും എല്ലാം കൂടി നിൽക്കുന്ന സ്ഥലം ഏറ്റവും വലിയ അപകടമാണ്. വെയിൽ വരുമ്പം മഞ്ഞുരുകും. അപ്പം അതിനിടയിൽ കിടക്കുന്ന പാറക്കല്ലൊക്കെ ഏത് നിമിഷമാണെങ്കിലും നിലം പതിച്ചേക്കാ. അയ്യോ സുഹൃത്തുക്കളെ, അങ്ങനെ കുറേ ദൂരം നടന്നപ്പം ഞാനൊരു ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു താണ്ടി വില്ലേജ്. നദികളുടെ സംഗമം കാണിച്ചതിൻ്റെ അടുത്തതിന് ശേഷം 3 കിലോമീറ്റർ എത്തിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. താണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതിലെ സറായി എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ്. എനിക്ക് ഇന്നിവിടെ ഒരു അഭയം കിട്ടി കേട്ടോ. ഇതിൻ്റെ ഓണറെ കണ്ടു ഞാൻ താഴെ വെച്ച്. അവർ പറഞ്ഞു താമസിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാധാരണ താമസിക്കാൻ വേണ്ട പൈസ ഇവിടെ 2000 രൂപയാണ്. അപ്പോൾ ഞാനത് ചെയ്യുന്നത് വിചാരിച്ചാൽ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ താമസിക്കാനൊക്കെ ചെയ്യാം. പൈസ ഒന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കുന്നപ്പോൾ ഒരു സന്തോഷമായി. നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം താമസിച്ച് നീ വീഡിയോ എടുത്ത് നിങ്ങളെ യൂട്യൂബ് വ്ളോഗിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. സംഭവം പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നമ്മളിത് പ്രൊമോഷനോ 1000 രൂപ 2000 രൂപ വെച്ച് പ്രൊമോഷൻ ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് താമസിക്കാനൊരു അഭയം കിട്ടിയപ്പോൾ ഈ മഞ്ഞുമലകൾക്കിടയിൽ ടെൻ്റ് അടിക്കാൻ പോലും ആവില്ല. ഇവിടുന്ന് അടുത്തത് പറഞ്ഞാൽ കെയ്ലോങ് ആണ്. കെയ്ലോങ്ങിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 9 കിലോമീറ്റർ പോകണം. അതിനുള്ളിൽ വരുന്ന കേട്ടോ സറായി ഹോം സ്റ്റേ എന്നാണ് പറയുക. ഉദയ്പൂർ റോഡാണ് കേട്ടോ. ഈ കാണുന്നത് ഹിമാചൽ പ്രദേശിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഉദയ്പൂർ എന്ന് പറഞ്ഞ റോഡാണ് ഇത്. സറായി എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ്.
ഞാൻ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ 800 രൂപക്ക് 500 രൂപക്കൊക്കെ ഫാമിലി ആയിട്ട് റൂമുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. 500 രൂപക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ മാക്സിമം ആർഗ്യുമെൻറ്റ് ചെയ്ത് 500 രൂപക്കും 1000 രൂപക്കും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നത്. സെറ്റപ്പൊക്കെ അടിപൊളി കേട്ടോ. ഹീറ്ററും ചാർജും കുടിവെള്ളവും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഇവരെ ഹോട്ടൽ വരുന്നത്. സംഭവമൊക്കെ അടിപൊളി കേട്ടോ. ഇവിടെയാണ് ഇവർ രജിസ്ട്രേഷൻ നമ്മൾ ആധാറൊക്കെ കൊടുത്ത് ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ ആപ്പിളിൻ്റെ തോട്ടമാണ്. ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണല്ല, സീസൺ ആയാലും മാത്രമാണ് നമുക്ക് എന്താണ് ആപ്പിൾ കിട്ടുക. എന്തായാലും സ്ഥലവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവരെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്തോ ഒരു ലക്കാണ്. കാരണം ഞാൻ പറഞ്ഞ ഒറ്റപ്പെട്ട ഇടങ്ങളാണ് നടന്നു പോകുന്ന സ്ഥലങ്ങൾ. അത് ജസ്റ്റ് ഒന്ന് വെറുതെ കണ്ടു. നിങ്ങളുടെ താമസിക്കാൻ എന്തെങ്കിലും കിട്ടുമോ, ചെറിയ പൈസക്ക് 200 രൂപ ഡോർമെറ്ററി ഒക്കെ കിട്ടുമോ ചോദിച്ചു വന്നതാണ്. പക്ഷേ എന്തോ ഒരു ലക്കാണ് കേട്ടോ ഇവിടെ നിന്ന് കയറാൻ കഴിഞ്ഞത്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ കെയ്ലോങ്ങിലേക്ക് 9 കിലോമീറ്റർ. അതായത് താഴോട്ട് പോയി നേരെ പോയാൽ ലഡാക്ക്, കെയ്ലോങ് പോകേണ്ട റൂട്ടാണ്. കെയ്ലോങ് ലഡാക്ക്. ഈ റോഡ് നേരെ പോയാൽ ഉദയപൂർ, പിന്നെ ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരും ബോർഡർ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഒരു 100-200 കിലോമീറ്റർ പോയാൽ. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടത്. എന്തായാലും വളരെ ഹാപ്പി ആട്ടോ. ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. കർഗ ഉദയപൂർ റോഡ് എന്ന് പറയും കേട്ടോ. സറായി ഹോം സ്റ്റേ. ഞാൻ ഇവരുടെ നമ്പറൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ലഡാക്ക് പോകുന്നവരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട് കണ്ടോ. ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ലക്കാണ്. ഒരു ദിവസം താമസിക്കാമല്ലോ. രാത്രിത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുന്നേ കാലാവസ്ഥ ഉണ്ടോ -4 സമയം 8:40 കേട്ടോ. -4 രാത്രി -12 വരെ കയറും കേട്ടോ. 1 മണിയാകുമ്പോൾ ഇവർ വന്ന് എന്നോട് പറഞ്ഞു ബക്കറ്റിൽ വെള്ളം സ്റ്റോക്കാക്കി വെക്ക്. -12 അതായത് നൈറ്റ് അത്രയും കോൾഡാണ്. വെള്ളം ഫ്രീസായി പോകും കേട്ടോ. കുടിവെള്ളം കിട്ടില്ല. ബക്കറ്റിലാക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ. ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ. ഇതെന്താണ് പരിപ്പ് കറി കേട്ടോ. ഇവർ പരിപ്പിൻ്റെ ആശാന്മാരാണ് കേട്ടോ. എൻ്റെ ഭയങ്കര പൈസ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പരിപ്പ് കറിക്കൊക്കെ. ഇത് ചപ്പാത്തിയാണ്. ചോറും കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് വേണ്ട, അധികം ഭക്ഷണം കഴിച്ച നാളെ രാവിലെ നടക്കാൻ പറ്റത്തില്ല. എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ. ഏതൊരു മനുഷ്യനെന്ന് കണ്ടു. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറെ സംസാരിച്ചപ്പോൾ ഒരു സ്റ്റേ ഒക്കെ കിട്ടിയപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇവർക്കിപ്പം കസ്റ്റമർ ഇല്ല, തുടങ്ങിയ പാടായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടിയത് കേട്ടോ. നല്ല കസ്റ്റമറുള്ള സമയത്താണെങ്കിൽ ഈ റൂമൊന്നും എനിക്ക് സ്വപ്നത്തെ പോലും കാണാൻ കഴിയില്ല. ഇവർ സ്റ്റാർട്ടിംഗ് ആയിട്ട് അത്ര 2 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കിട്ടിയതാണ്. പക്ഷേ ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ നോക്കുക. 500 രൂപ ഞാൻ പറഞ്ഞത്. 1000 രൂപക്കൊക്കെ ഫാമിലിക്കാണെങ്കിൽ 2 ദിവസം നിൽക്കാനൊക്കെ റൂം കിട്ടുന്ന ചെറിയൊരു കാര്യമല്ലല്ലോ. എന്തായാലും ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ രാവിലത്തെ കാഴ്ച കൂടി ഉൾപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം 4 കിലോമീറ്റർ കൂടെ നടന്ന കെയ്ലോങ് ആണ് വരുന്നത്. കെയ്ലോങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കെയ്ലോങ്ങിലെ ബസ് സ്റ്റേഷൻ, നമ്മളെ പഞ്ചായത്ത്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, നിയർ ബൈയിൽ വരുന്ന ഗ്രാമങ്ങൾ, അവരുടെ ലൈഫ്, എൻ്റെ യാത്ര എല്ലാം ഉൾപ്പെടുത്തിയുള്ള വ്ളോഗായിരിക്കും അടുത്തത് വരാൻ പോകുന്നത്. 5 കിലോമീറ്റർ നടക്കണം. നല്ല തണുപ്പാണ്. വെയിലുള്ളതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പം ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഗ്രാമങ്ങളുടെ വീഡിയോ ഇവിടെ എടുക്കണം, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. എന്നാലും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അടിപൊളി ക്യാമ്പിങ്ങും ഗ്രാമക്കാഴ്ചകളായിട്ട് വീണ്ടും വരുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.